അൻസിബ ഹസന് ഞാൻ മദ്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. രാത്രി 2 മണി വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുകയും ചെയ്തു. ഞാനും അൻസിബയും കൂടെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 3 മണിയായി. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു. അറിഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ? നമ്മുടെ ലക്ഷ്മിക്കുട്ടിയമ്മ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഇതുവരെ പോയ ഉയരങ്ങളൊന്നുമല്ല ഉയരം, ഇതിലേറെ കൂടുതൽ ഏതൊക്കെയോ ഉയരങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിച്ചുകൊണ്ട് ലക്ഷ്മിക്കുട്ടിയമ്മ അൻസിബയ്ക്കെതിരെ വളരെ ഗൗരവകരമായിട്ടുള്ള ആരോപണവുമായി പുറത്തു വന്നിട്ടുണ്ട്. അതിന് അൻസിബ നീങ്ങിയിട്ടുണ്ട് നിയമപരമായിട്ട്. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഈ അമ്മയിൽ തുടങ്ങിയിട്ട് എവിടെ എത്തി നോക്കിക്കാണ്. അമ്മയുള്ള പ്രശ്നങ്ങൾ അമ്മയ്ക്കുള്ളിൽ തീർത്തിട്ടില്ല, അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്താ പറയുക, ഇത്രയും തരം താണ ഒരു പരദൂഷണക്കാരിയാണ് ഈ ലക്ഷ്മിപ്രിയ എന്നുള്ളത് മനസ്സിലായിട്ടില്ല. ഇത്രയും തരം താണ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എത്ര പേര് ഈ വിഷയം അറിഞ്ഞു? ഈ ക്യാൻ ചാനൽ മീഡിയ, ഞാൻ അതൊന്നും കൂടി കൺഫേം ചെയ്യട്ടെ. ക്യാൻ ചാനൽ മീഡിയ, ക്യാൻ ചാനൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ ലക്ഷ്മിപ്രിയ കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൻ്റെ ചെറിയൊരു പോർഷൻ പുറത്തു വന്നിട്ടുണ്ട്. അത് ഭയങ്കര വൻ വിവാദത്തിലേക്കാണ് പോയിട്ടുള്ളത്. അതായത് സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയിട്ടുള്ള എല്ലാ പരിപാടികളും, ഇതിൻ്റെ കംപ്ലീറ്റ് ഇൻ്റർവ്യൂ പുറത്തു വന്നിട്ടില്ല. ഇവർ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് അറിയില്ല, പക്ഷേ ചെറിയൊരു കട്ട് മാത്രം ഞാൻ ആദ്യം ആ ഒരു പ്ലേ ചെയ്തതിന് ശേഷം ന്യൂസ് പ്ലേ ചെയ്യാം. പിന്നെ അതിന് അൻസിബ കൊടുത്തിട്ടുള്ള മറുപടി ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് പേജ് ഫോളോ ചെയ്ത് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. ചാനൽ മറ്റേ ഒന്ന് ഹൈപ്പ് ഓപ്ഷൻ കാണുക, ഹൈപ്പ് ഓപ്ഷൻ. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. വീഡിയോയിൽ കിടക്കുന്നതിന് ഒരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു. നമുക്കൊന്ന് നമ്മുടെ ഒരു ചാനൽ, ഈ ഗോപ്രോ മച്ചാൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൻ്റെ 1,00,000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയതിൻ്റെ പ്ലേ ബട്ടൺ കിട്ടി, സിൽവർ പ്ലേ ബട്ടൺ കിട്ടി. അപ്പോൾ അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാനത് അത്രയും ഫ്രം ദി ബോട്ടം ഓഫ് മൈ ഹാർട്ട് അത്രയും ബിഗ് താങ്ക്സ് പറയുന്നു. നമ്മുടെ സപ്പോർട്ടുള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. പോട്ടെ, ഇനി നമ്മൾ നോക്കുന്നത് ലക്ഷ്മിപ്രിയ. അൻസിബ ഹസന് ഞാൻ മദ്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. രാത്രി 2 മണി വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുകയും ചെയ്തു. ഞാനും അൻസിബയും കൂടെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 3 മണിയായപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി എൻ്റെ പെട്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ താഴെ ഞാൻ വണ്ടി കയറാൻ നേരത്ത് ഒരാളിനെ ഞാൻ കണ്ടു. ബെല്ലടിക്കുന്നു, അൻസിബയെ വിളിക്കുന്നു, അൻസിബ ഫോൺ എടുക്കുന്നില്ല, ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. 4 മണിക്ക് റൂമിൽ ആള് വന്നിരിക്കുന്നതാണ്, തുറന്നിട്ടില്ല. അപ്പൊ ജനിച്ചു വന്ന കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ തുറന്നു. ഇങ്ങനെ നോക്കുമ്പോഴത്തേന് ഈ പുള്ളി കട്ടിലയിൽ ഇരിക്കുക, ഈ മനുഷ്യൻ കട്ടിലയിൽ ഇരിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ ഇതാരാണെന്ന് ചോദിച്ചു. അയ്യോ, ഇതെന്റെ ബ്രദറാണ് എന്ന് പറഞ്ഞു. ആങ്ങളെ എങ്ങനെയാണ് മുഖം മറച്ചൊരു പെങ്ങളുടെ റൂമിൽ വരുന്നത്? മാത്രമല്ല, ഇത്രയും വലിയൊരു പെങ്ങളുടെ കൂടെ ആങ്ങളെ താമസിക്കില്ലല്ലോ. ബ്രദറിന്റെ ആധാർ കാർഡ് തരാൻ പറഞ്ഞു. ആധാർ കാർഡ് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ 7 സ്റ്റാർ ഹോട്ടലിൽ ഇവരെ താമസിക്കുന്ന ആൾക്കാരാണ്, ആധാർ കാർഡ് ഒന്നും തരാനായിട്ട് പറ്റത്തില്ല. മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്, അതും ഈ മിഥിലാജാണ്. ഈ സ്റ്റേഷനിൽ വന്ന അതേ മിഥിലാജ് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞുതരാം, മുൻപ് കോമഡി ഉത്സവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്ന താടിയും മുടിയൊക്കെ ഉള്ള മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. മിഥിലാജ് അൻസിബയുടെ റൂമിൽ വന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. ലക്ഷ്മിക്കുട്ടി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അൻസിബയ്ക്ക് ഇതൊന്നും തെളിയിക്കേണ്ട കാര്യമില്ല. ഇത് തെളിയിക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പോൾ അൻസിബ ആൾക്കാരുടെ മുന്നിൽ വന്നിട്ട് എൻ്റെ റൂമിൽ ഇന്നാൾ ഉണ്ടായിട്ടില്ല, അല്ലെ ഉണ്ടായതിൻ്റെ സഹോദരനാണ്, ഇതൊന്നും അൻസിബ തെളിയിക്കേണ്ടി വരില്ല. പക്ഷേ അവിടെ റൂമിലൊരാൾ വന്നു എന്നുള്ളതും ഇത് നിങ്ങൾ കണ്ടു എന്നുള്ളതും വളരെ കൃത്യമായി നിങ്ങൾ തെളിയിക്കേണ്ടി വരും. വിവരമില്ല എന്ന് വിചാരിച്ചിട്ട് എന്തും വിളിച്ച് പറയരുത് മീഡിയയിലൂടെ. വളരെ മോശമായിട്ടുള്ള ഇതിപ്പോൾ കേൾക്കുന്ന എനിക്കൊന്നും ചെയ്യൊരു വീഡിയോ വന്നതിൻ്റെ അടിയിലൊക്കെ ഒരു 99% കമൻറ്റും ലക്ഷ്മിപ്രിയക്കെതിരെ. ലക്ഷ്മിക്കുട്ടിയോട് ഒരു കാര്യം പറയട്ടെ. ഈ അവിഹിതം പല ഫോംസിലുണ്ട്. അത് വിവാഹം കഴിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാകുന്ന സമയത്താണ് അവിഹിതം. ഇത് 10-30 വയസ്സുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് ഏതൊരു പുരുഷൻ്റെ കൂടെയും എവിടെയും ഏത് രീതിയിലും ഇപ്പോൾ ഇത് എന്താ ഉണ്ടായോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല, ഇടപഴകാനും ഇപ്പം ഈ സാഹചര്യത്തിൽ കണ്ടല്ലോ അല്ലേ, പല സാഹചര്യം, ഇതിനൊക്കെയുള്ള അവകാശമുണ്ട്. അതിനൊന്നും ആൾക്കാർ ഈ രീതിയിൽ കാണില്ല. കാരണം അവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അൻസിബാസ് അൺമാരീഡ്, മറ്റേതാരാണെന്നുള്ളത് നമുക്ക് അടുത്ത ഇഷ്യൂ. വിവാഹം കഴിയാത്ത ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് സമ്മതത്തോടു കൂടി
സ്നേഹമോ പ്രേമോ സൗഹൃദമോ എന്താ പറയുക സഹോദര ബന്ധമോ വേറെ എന്തോ ആയിക്കോട്ടെ, ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. നിങ്ങളുടെ ബിസിനസ് അല്ല അത്. മനസ്സിലായോ? ലക്ഷ്മിക്കുട്ടിയുടെ ബിസിനസ് നോക്കി നടന്നാൽ പോരെ. അമ്മയിലെ പ്രശ്നങ്ങൾ ഇതൊക്കെ തുടങ്ങിയത് അമ്മയിലെ പ്രശ്നമാണ്. അത് ഇത്രയും രീതിയിൽ ഇത്രയും ലോ ലെവലായിട്ട് പരദൂഷണ കാറ്റഗറിയിൽ കൊണ്ടെത്തിച്ചിട്ടുള്ള ലക്ഷ്മിപ്രിയ, നിങ്ങളെ നമിച്ചു എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത്രയും തരം താണ മനസ്സാണ്, ഇത്രയും തരം താണ ചിന്താഗതിയാണ് നിങ്ങളുടെ. കാരണം വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിരുന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ അത്രയും അധപ്പതിച്ച് തരം താണു പോയി. തരം താണ്, ലിറ്ററലി നിങ്ങൾ തരം താണു. ഒന്നും പറയാനില്ല. ഇനി ഇതിന് ന്യൂസ് പ്ലേ ചെയ്യാനുണ്ട്. അതിന് മുന്നേ അൻസിബയുടെ ഒരു മറുപടി. അൻസിബ കുറച്ച് മുന്നേ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത കേട്ടോ, എൻ്റെ ഓരോ തരിയിലും കത്തിയെരിയുന്ന ഈ വേദനയ്ക്ക് വാക്കുകളില്ല. ആദ്യം മേത്തച്ചിയാക്കി, പിന്നെ ജിഹാദിയാക്കി, മതപരിവർത്തനത്തിൻ്റെ പേരിൽ എന്നെ ഒറ്റപ്പെടുത്തി. ജനപ്രതിനിധി മുതൽ പലരും ഇതിന് കൂട്ടുനിന്നു. പക്ഷേ അതെല്ലാം കഴിഞ്ഞ ആ ജനപ്രതിനിധിയുടെ മകൻ എനിക്കയച്ച സന്ദേശം മാത്രം ബാക്കി. തളരരുത്. ചാരുകസേരയിലിരുന്ന് അവർ എൻ്റെ സ്വഭാവഹത്യ നടത്തി. മഹാനടൻ മുതൽ സഹപ്രവർത്തകർ വരെ അവസാനം എൻ്റെ രണ്ടാനച്ഛൻ്റെ പേരിൽ പോലും എന്നെ തേജോവധം ചെയ്തു. ഇപ്പോൾ സുഹൃത്തുക്കളിലേക്കും ആ ക്രൂരമായ വിരലുകൾ നീളുന്നു. കൂടെ പിറന്ന 4 സഹോദരങ്ങൾ കൂടി എനിക്കുണ്ട് എന്ന ചിന്ത പോലും അവർക്ക് എന്നെ തകർക്കാൻ തടസ്സമായില്ല. ലക്ഷങ്ങൾ ഒഴുക്കി PR ഏജൻസികളെ കൊണ്ട് അവർ എനിക്കെതിരെ ഗൂഢാലോചന മെനയുന്നു. ഇനിയും അവർ ആക്രമിക്കും, ഇനിയും അവർ എന്നെ വേട്ടയാടും, എനിക്കറിയാം. പക്ഷേ എൻ്റെ സംഘടനയിൽ ഞാൻ ചോദിച്ച ഉത്തരമില്ലാത്ത ആ ചോദ്യങ്ങൾ വായുവിൽ അലയുന്നുണ്ട്. അവ എന്നേക്കുമായി മൗനമാക്കപ്പെടില്ല. ജീവൻ തന്നെ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ പൊരുതാൻ തീരുമാനിച്ചത് എൻ്റെ ഒടുവിലത്തെ ആശ്രയം ഈ രാജ്യത്തിൻ്റെ നിയമം മാത്രമായതുകൊണ്ടാണ്. നീതി പുലരുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഈ ക്രൂരതകൾക്കെതിരെ ഞാൻ ഇന്ന് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട്. സത്യം വെളിച്ചത്ത് വരിക തന്നെ ചെയ്യും. ഈ ഇരുളിലും എന്നെ മുന്നോട്ട് നയിക്കുന്ന ആ നീതിയിലുള്ള വിശ്വാസം മാത്രമാണ്. സ്നേഹത്തോടെ അൻസിബ ഹസൻ. ഇതാണ് അൻസിബയുടെ പോസ്റ്റ്. ഇനി ഞാൻ ഈ ക്യാൻ ചാനൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാനലിൽ ഈ അമ്മ പറയുന്ന കാര്യത്തിൻ്റെ അടിയിൽ വന്നിട്ടുള്ള കമൻസ് വായിക്കാം. അൻസിബയുടെ റൂമിൽ ഒരുത്തനില്ലായിരുന്നു എന്ന് അൻസിബ തെളിയിക്കേണ്ട കാര്യമില്ല. പകരം അവിടെ ഒരുത്തനുണ്ടായിരുന്നു എന്ന് നീ വേണം തെളിയിക്കാൻ. അടിപൊളി. ഇതാണ് സംഭവം, ഇതാണ് സംഗതി. അവസാന അടവ് ചെളിവാരി എറിയൽ. ഒന്ന് പോടി. നാണമല്ലേ സ്ത്രീയെ ഒരാളെ വ്യക്തിഹത്യ ചെയ്യാൻ? സംസാരത്തിൽ അല്പം നിലവാരം പുലർത്ത് കുലസ്ത്രീയെ. പെണ്ണുങ്ങൾ തമ്മിൽ തെറ്റിയാൽ ഒരു ലക്ഷ്യമില്ല, ആണുങ്ങൾ എത്രയോ ഭേദം. കഷ്ടം. പ്രായപൂർത്തിയായ രണ്ട് പേരുടെ സൗഹൃദമോ പ്രണയമോ ശാരീരിക ബന്ധമോ എന്തുമായിക്കോട്ടെ, നിയമാനുസൃതമായി ഇതൊന്നും തെറ്റല്ല. പ്രായപൂർത്തിയായവർ പറഞ്ഞാൽ വെറും പ്രായപൂർത്തിയല്ല, അവിവാഹിതരായിട്ടുള്ളവർ കേട്ടോ. നിന്റെ ജോലി മദ്യം അയ്യോ നിന്റെ ജോലി മദ്യം വാങ്ങിക്കൊടുത്തിട്ട് അയ്യോ ഭഗവാനെ. ഇൻ്റർവ്യൂ എന്ന് കേൾക്കുമ്പോഴേക്കും ഓടിച്ചെന്ന് ഈ കഥയും കേട്ട് പുറത്തുവിട്ട ചാനലെ ആദ്യം നിങ്ങളുടെ നിലവാരം ഒന്ന് അളക്കണം. പറയുന്ന ആൾക്കാർ അതെല്ലാം അതിൻ്റെ ഇത് കൊണ്ട് നടന്നു ബുദ്ധിമുട്ടും തോക്കട്ടെ. ഈ തള്ളയ്ക്ക് വട്ടാണ് ഇതുപോലെ കൂറത്തള്ള. അൻസിബ ആരെങ്കിലും റൂം വിളിച്ച് കേട്ടിട്ട് അതിന് നിനക്കതിനുള്ള കഴിവില്ലേ? അമ്മായി അടുത്ത നമ്പർ ഇറക്കുകയാണ്. ശാഖയിൽ പഠിപ്പിച്ചതാണോ? പ്രായപൂർത്തിയായ 2 പേർ തമ്മിൽ പരസ്പര സമ്മതത്തോടെ എന്തെങ്കിലും ചെയ്താൽ അതിന് നിങ്ങൾക്ക് എന്താ തള്ളേ പ്രശ്നം? ഇവിടെ വിഷയം അമ്മ എന്ന സംഘടനയിൽ നടത്തിയ അഴിമതിയും സാമ്പത്തിക ക്രമക്കേടും വർഗീയ പരാമർശങ്ങളുമാണ്. അൻസിബയുടെ റിലേഷനും അല്ലാതെ അൻസിബ പോയ വഴികളോ അൻസിബയുടെ റിലേഷനും അല്ല. ഇതിൽ പാപം ചെയ്യാത്തവരെന്ന് കല്ലെറിയട്ടെ എന്ന് അൻസിബ പറഞ്ഞാൽ പിന്നെ കല്ല് താഴെയിട്ട് പലരും മാളത്തിൽ ഒളിക്കും. കറക്റ്റല്ലേ ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഈ അവസാനത്തെ എടുത്ത് അവിഹിതം, അവസാനത്തെ അടവും കൊണ്ട് ഇറങ്ങിയ അമ്മായി. ഒരാളുടെ വ്യക്തി ജീവിതത്തെ അത് നടന്ന സംഭവമാണെങ്കിൽ പോലും പരസ്യമായി ചർച്ച ചെയ്യുന്നതും മോശമായി പ്രതികരിക്കുന്നതും ശരിയായ പ്രവണതയല്ല. പ്രത്യേകിച്ചും ഒരു ഇൻ്റർവ്യൂ പോലുള്ള പൊതുവേദിയിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്ന ആ വ്യക്തിയുടെ സ്വകാര്യതയും അന്തസ്സിനെയും ബാധിക്കുന്ന ഒന്നാണ്. ഇതുപോലെ അന്യൻ്റെ കഥകൾ പരസ്യമായി വിളമ്പുന്നത് എന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല. സ്വന്തം നിലവാരമാണ് ഇതിലൂടെ കാണിക്കുന്നത്. 18ാമത്തെ അടവ്. ഏതെങ്കിലും വായിക്കാൻ അറിയാം, ഏതെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്ത് നോക്കുക. അൻസിബയുടെ റൂമിൽ ആര് വന്നാലും ഇവർക്കെന്താ? അൻസിബയുടെ അടുത്ത റൂം, അൻസിബയുടെ റൂമിൽ പോയി വിസിറ്ററിനോട് നീ ആരാ എല്ലാ ദിവസവും. അപ്പോൾ ഇവർ അവിടുന്ന് വണ്ടിയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയില്ലേ? ഇവർ താഴത്തേക്ക് ഇറങ്ങിയ സമയത്ത് വിളിച്ചിട്ട് ബെല്ലടിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതായത് എന്താ അത്, അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. അതുകൊണ്ട് അങ്ങനത്തെ കമൻറ്റ്സ് ഞാൻ പറയുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ഇവർ പറഞ്ഞ കാര്യത്തിന് ചോദിക്കാൻ ചോദ്യങ്ങളുണ്ട്. വളരെ കൃത്യമായിട്ട് ഇവർ പറഞ്ഞ കാര്യങ്ങൾക്ക് ചോദിക്കുവാനുള്ള ചോദ്യങ്ങളുണ്ട്. ഒരു ന്യൂസ് ചാനൽ നോക്കട്ടെ. ഏതായാലും ലക്ഷ്മിക്കുട്ടിയമ്മ കുറച്ച് ദിവസം മുകളിലായിരിക്കും
എയറിലായിരിക്കും, പോലീസ് സ്റ്റേഷനിലായിരിക്കും, കുറച്ച് പണിയെടുക്കും. ഈ ഭർത്താവൊക്കെ ഫേസ്ബുക്കിലോ എന്ത് പോസ്റ്റിൽ വന്നിട്ടും കാര്യമില്ല. ഞാൻ എൻ്റെ യൂട്യൂബ് നടിമാരായ ലക്ഷ്മിപ്രിയക്കും ശ്വേതാ മേനോനുമെതിരെ അൻസിബ പോലീസിൽ പരാതി നൽകി. കാൻ ചാനൽ മീഡിയ എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ വീഡിയോ പ്രചരിപ്പിച്ചു എന്നാണ് പരാതി. ഷീന മാർട്ടിൻ വിശദാംശങ്ങളുമായി. ഷീന, അമ്മയിലെ തർക്കം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ അൻസിബയുടെ പുതിയ പരാതിയുടെ അടിസ്ഥാനം, അതിന്റെ കാരണം, സാഹചര്യം എന്താ? ഈ കാൻ ചാനൽ മീഡിയ എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെ ലക്ഷ്മിപ്രിയ അൻസിബയ്ക്കെതിരെ അശ്ലീലവും വ്യാജവുമായ വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അൻസിബ ഇപ്പോൾ പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. പ്രധാനമായും ഗൂഢാലോചന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അൻസിബയുടെ പരാതി. ലക്ഷ്മിപ്രിയയും ശ്വേതാ മേനോനും ചേർന്ന വ്യക്തിവൈരാഗ്യം കാരണം വ്യാജ കാര്യങ്ങൾ കെട്ടിച്ചമച്ചുകൊണ്ട് ഇത്തരമൊരു ചാനലിന്, ഇത്തരമൊരു ഇൻസ്റ്റഗ്രാം പേജിൽ അഭിമുഖം കൊടുക്കുകയും അത് ഇൻസ്റ്റഗ്രാമിലൂടെ തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആരോപണം. ശ്വേതാ മേനോൻ ഇതൊരു PR ഏജൻസിയുമായി ചേർന്ന് പ്രചരിപ്പിക്കുന്നു എന്നാണ് പ്രധാനമായും അൻസിബ ഉന്നയിക്കുന്ന ആരോപണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അമ്മ വിവാദം സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചയായിരുന്നു. ഈ ചർച്ചയിൽ ഓക്കെ, കംപ്ലീറ്റ് മ്യൂസിക് ആയതുകൊണ്ട് നമ്മൾ അതിലൊന്നും കേൾക്കുന്നില്ല. ഇത്രേ ഉള്ളൂ. ഇതിൽ അൻസിബ തെളിയിക്കേണ്ട പ്രശ്നമില്ല. അൻസിബ പോലീസിൽ പരാതി കൊടുത്തു. അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളത് തെളിയിക്കേണ്ടത് ഇനി EMയുടെ പണിയാണ്. ഇത്ര തരം താഴരുത് മനുഷ്യൻ. നിങ്ങൾ അമ്മയിലെ പ്രശ്നങ്ങളോ പരിപാടി വെച്ചാൽ അതിൻ്റെതായ രീതിയിൽ നേരിടുക, അതല്ല അതിൻ്റെ ഒരു മനോഹാരിത. അല്ലാതെ ദിസ് ഈസ് നോട്ട് റൈറ്റ്. ദിസ് ഇസ് യു ആർ ഗോയിങ് ബാക്ക് ടു ദി കുളക്കടവ്, പഴയ കുളക്കടവ് യുഗത്തിലേക്കാണോ താങ്കൾ പോകുന്നത്? അയ്യോ, വല്ലാത്തൊരു അവസ്ഥ. എന്തായാലും ഇതാണ് വിഷയം. ഏകദേശം 10 ലക്ഷം പേര് ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. എല്ലാവരും അതിൽ കണ്ടവർ, കമൻറ്റ് എഴുതാൻ തോന്നുന്നവരെല്ലാവരും ഇവരെ അറഞ്ചം പുറഞ്ചം തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. നമുക്കടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.